അങ്ങനെ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഹോട്ടലിന് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്യാൻ തിരക്കായതുകൊണ്ട് വേറൊരു പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടാണ് നമ്മുടെ പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ വരുന്നത്. അങ്ങനെ പിള്ളേരെ കയറ്റി പാലസ് എത്തിയപ്പോൾ നമുക്ക് വീണ്ടും തൃപ്തിയായി. കേരള വണ്ടികൾ കൊണ്ട് മാത്രം പാലസിലെ പാർക്കിംഗ് ഫുള്ളായി. നന്ദുവിന്റെ കളർ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ശരത്തന്റെ മാസ്മരിക ഡ്രൈവിംഗ് സ്കില്ലിനാണ് എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. തൊട്ടില്ല എന്നുള്ള രീതിയിൽ അഹാന്റെ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് നമ്മുടെ നന്ദുവിന്റെ കളർ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് പാലസിന്റെ അകത്തേക്ക് കയറാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ചേട്ടൻ. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്ന പയ്യന്മാർ നമ്മളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ കാരണമാണ് എനിക്ക് സന്തോഷം കിട്ടി. അപ്പോഴാണ് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഉള്ള ഒരു തീയുടെ കളർ അടിച്ചൊരു വണ്ടി വരുന്നത് കണ്ടത്. അങ്ങനെ ആ വണ്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചെറുക്കന്മാർ ഇവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോഴേക്കും പാലസ് കണ്ടിറങ്ങി നമ്മുടെ പിള്ളേരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്മാരെയും കയറ്റി നമ്മൾ നേരെ പോകുന്നത് ബൃന്ദാവൻ ഗാർഡനിലേക്കാണ്. ബൃന്ദാവൻ ഗാർഡനിലേക്കുള്ള വഴിയിൽ നമ്മളെയും കാത്ത് ട്രോഫി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തുന്ന സാറന്മാർക്ക് 100 രൂപ കൊടുത്തത് നമ്മൾ നേരെ പോവാണ്. നേരത്തെ ആയതുകൊണ്ട് ബൃന്ദാവൻ ഗാർഡനിൽ തിരക്കൊന്നും കാണില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. ദൂരെ നിന്ന് പാർക്കിംഗ് വീക്ഷിച്ചപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി. ഇന്നും ബൃന്ദാവൻ ഗാർഡനിൽ തിരക്കിനൊരു കുറവില്ല. അങ്ങനെ ക്യാബിൻ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ബൃന്ദാവൻ ഗാർഡനിലെത്തി. പിള്ളേരിറങ്ങി ആദ്യം നമ്മൾ ചെയ്തത് സ്നാക്സ് വിതരണമായിരുന്നു. അങ്ങനെ സ്നാക്സ് എല്ലാം കഴിച്ച് എനർജി ആയ പിള്ളേരെ കൊണ്ട് നമ്മൾ നേരെ ബൃന്ദാവൻ ഗാർഡനിൽ അകത്തേക്ക് പോവുകയാണ്. ഞാൻ സ്നാക്സ് എല്ലാം കൊടുത്ത സമയം കൊണ്ട് ചേട്ടൻ ഓടി പോയി ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ലാഗൊന്നും ഇല്ലാതെ നമ്മുടെ പിള്ളേർ എത്തിയപ്പോൾ തന്നെ ഗാർഡന്റെ അകത്തേക്ക് പിള്ളേരെ കയറ്റാൻ നമുക്ക് പറ്റി. അങ്ങനെ നമ്മളും പിള്ളേരെ കൂടെ ഗാർഡന്റെ അകം ഒന്ന് ചുറ്റി കറങ്ങി വാട്ടർ ഷോയും കണ്ട് നമ്മൾ നേരെ 2 വണ്ടികളിലും ഷോയൊക്കെ കാണിച്ച് നമ്മൾ നേരെ ഡിജെക്ക് വേണ്ടിയിട്ട് ബീറ്റ് ബോക്സിലേക്ക് പോവുകയാണ്. പണ്ടത്തെ പോലെയല്ല, മൈസൂർ മൊത്തത്തിലെ ഇപ്പം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സൗണ്ടൊക്കെ ഇട്ട് നാട്ടുകാരെ നടി വാങ്ങിക്കാണെന്ന് നമ്മൾ നിന്നില്ല. പിള്ളേർക്ക് ആവശ്യമുള്ള ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ നേരെ പാർക്കിങ്ങിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഫുൾ തിരക്ക്. പിന്നെ ശരത്തണ്ണനും ചേട്ടനും ഞാനും കൂടെ തള്ളു കഥകൾ പറഞ്ഞ് നമ്മൾ നേരെ ബീറ്റ് ബോക്സിലെത്തി നമ്മൾ DJ പയ്യന്റെ പാട്ടൊക്കെ കേട്ട് നമ്മളെ പിള്ളേരെ അങ്ങ് തുള്ളാൻ തുടങ്ങി. ഓരോ ഗ്രൂപ്പിനും ഓരോ കോർട്ട് പോലെ ഇവിടെ തിരിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പിള്ളേർ ഫുൾ ഇവിടെ സേഫ് ആണ്. നമ്മുടെ സാറന്മാർ വീഡിയോ എടുത്തുകൊണ്ട് എല്ലാം വീക്ഷിച്ചുകൊണ്ട് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേർ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചപ്പോൾ നമ്മൾ നേരെ അവരെ കൊണ്ട് പോയത് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്പിയേട്ടന്റെ സ്വന്തം KV പാലസ് അൽഫാം മന്തിയാണ് നമ്മുടെ പിള്ളേർക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്നത്.